മന്ത്രി വീണ ജോർജ് രാജിവെക്കേണ്ടതില്ല. പറഞ്ഞതാരെന്നറിയോ? കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവായിട്ടുള്ള വിശ്രുതൻ. അതും ഒരു ചാനലിനോട് പറയുകയാണ് രാജിവെക്കേണ്ട കാര്യമില്ലെന്ന്. രാജിവെക്കേണ്ട കാര്യമേ ഇല്ല, അത് സംഭവിച്ചു പോയൊരു അത്യാഹിതം മാത്രമാണ്. മിനിസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ പറച്ചിലിനകത്ത് എനിക്ക് കാര്യം മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, ഞാൻ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വരാതെ പോകത്തില്ലെന്ന് പറഞ്ഞ് ആ പറച്ചിലിനകത്ത് എനിക്കറിയാം മിനിസ്റ്ററിന് വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ പറ്റുന്നുണ്ടായി വരാതിരിക്കുന്നത് എനിക്ക് കൃത്യമല്ല. ഞങ്ങളെ തഴയല്ലെന്ന് എനിക്ക് പിടിയില്ല. അവർക്ക് സുഖമില്ലായിരുന്നു, അവർക്ക് സുഖമില്ലാത്ത മാത്രമല്ല, നമ്മള് വഴിയിലെ വല്ല പ്രതിഷേധമോ കാര്യങ്ങൾ അത് തന്നെ വല്ല പ്രതിഷേധമോ കാര്യങ്ങളോ വഴിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിനിസ്റ്ററിന് വരാൻ പറ്റത്തില്ല എന്ന് ചിലപ്പം കണ്ടു കാണും. അതായിരിക്കും. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ, അതായത് എല്ലാമായിരുന്ന ഭാര്യയാണ്, ആ വീടിന്റെ അത്താണിയാണ്, അതെല്ലാം നമുക്കറിയാം. മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ? പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചേട്ടന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് സമരം. മന്ത്രി രാജിവെക്കണോ? ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് അതിനോട് താല്പര്യമില്ല. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല. കാരണം